ഇന്നൊരു മുരിങ്ങയില തോരനാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് പരിപ്പ് വെച്ച് മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മുട്ട വെച്ചാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന വലിയൊരു സവാള, ഒരു വലിയ പച്ചമുളക്, ആവശ്യത്തിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ 2 മുട്ടയും. ഇവിടെ പാത്രം നന്നായി ചൂടായി. അതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് കടുകിടാം. കടുക് പൊട്ടി തീ കുറച്ച് അത് വറ്റൽമുളക് കൊണ്ടിടാം. അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിലേക്കിടാം. കുറച്ച് ഉപ്പ് കൂടെ ഇടാം. സവാളയ്ക്ക് അത് പെട്ടെന്ന് വാടും. ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇടാം. പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന മുരിങ്ങയില ഇതിനകത്തോട്ടിടാം. മുരിങ്ങയില ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് വാടി വരണം. ഒന്ന് ഒതുങ്ങി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പതിനകത്ത് ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ചേക്കുന്നു ആദ്യമൊന്ന് വേവട്ടെ. അരച്ച് വെച്ചതും ഞാനിതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കാം. ഉപ്പൊക്കെ ഞാൻ കുറച്ച് ഉള്ളി വാട്ടിയപ്പോൾ അതിനകത്ത് ഇട്ടിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് തോരണം. മുരിങ്ങയിലക്കകത്ത് നനവുണ്ടായിരുന്നു. അത് നന്നായിട്ട് മാറണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ്. അതിനകത്ത് കുറച്ച് ഉപ്പൂടെ ഇടാം. മുട്ട താണ്ട തോന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിനകത്ത് ഇളക്കി തോർത്തിയെടുക്കണം. നമ്മുടെ മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. മുരിങ്ങയില മുട്ടത്തോരൻ നല്ല ടേസ്റ്റായിട്ട് നല്ല മണവും വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതുണ്ടാക്കി നോക്കണം. ഇന്നൊരു മുരിങ്ങയില നമുക്ക് ഇറുത്തെടുക്കാനും കുറച്ച് പാടല്ലേ. ഞാൻ ഇന്നലെ മുരിങ്ങയില പിച്ചി പേപ്പറിനകത്ത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് കവറിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഇന്നെടുത്തപ്പം അതെല്ലാം ഇലയെല്ലാം ഇറുന്നിഞ്ഞ് വീണു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. മുരിങ്ങയില പിച്ചുണ്ടായിരുന്നു. ഓരോന്ന് ഇതളൊക്കെ പിച്ചി എടുക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ മുരിങ്ങയില സമയവും പോവില്ല. നിങ്ങൾക്ക് ഇതുപോലെ മുരിങ്ങയില കൊണ്ട് മുരിങ്ങയില തോരന, മുരിങ്ങയില മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇന്നത്തേക്ക് ചോറിൻ്റെ കൂടെ മുരിങ്ങയില മുട്ടത്തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്.